ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഒരു വലിയ കുടുംബമാണ്. പ്രിയപ്പെട്ട ജോയ് ചേട്ടനും ചേട്ടൻ്റെ 8 മക്കളും വളരെ വലിയൊരു കുടുംബമാണ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്ക് കുടുംബത്തെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ചേട്ടൻ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എവിടെ നിന്നാണ് വരുന്നത്, ഇടവക ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ജോജു. എൻ്റെ മൂത്ത മകനാണ് ജെയിംസ്, രണ്ടാമത്തെ ആൾ ട്രീസ, മൂന്നാമത്തെ ആൾ ജോസ്, പിന്നെ സെബാസ്റ്റ്യൻ, ഫ്രാൻസിസ്, മരിയ, ആന്റണി ആൻഡ് ഫിലോ. രണ്ട് കൈ പൊക്കിയിട്ടുണ്ട്. ഇവരുടെ അമ്മയുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകളായിട്ടുണ്ട്. എത്ര മാസമായിട്ട്? ഡിസംബർ 26. വളരെ കുറച്ച് നാളുകൾ മാത്രം മുമ്പ് നടന്നുപോയ ഒരു ശവസംസ്കാര വേളയിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ മനസ്സാൽ അന്ന് ഓർത്ത ഒരു കാര്യം ഇത് തന്നെയായിരുന്നു. ഈ അമ്മയുടെ ശവസംസ്കാരത്തിന് നിൽക്കുമ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാലങ്ങൾക്കിപ്പുറം തിരുസഭ സമ്മാനിക്കുന്ന ഈ കാലഘട്ടത്തിന് സമ്മാനിക്കാൻ പോകുന്ന മറ്റൊരു വിശുദ്ധ ജിയാനയായിട്ട് ഈ അമ്മ മാറുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അതിനുവേണ്ടി കുഞ്ഞിന് വേണ്ടി അമ്മ സ്വർഗീയ സമ്മാനം വാങ്ങുവാനായി കർത്താവ് ഏൽപ്പിച്ച കാര്യം, ഉത്തരവാദിത്വം ഏറ്റവും പൂർണ്ണത ഏൽപ്പിച്ചിട്ട് നിത്യതയിലേക്ക് മടങ്ങിപ്പോയ ഒരു അമ്മയെ പറ്റിയാണ് നമ്മുടെ ഇന്നലെ മധുരമായിട്ട് സംസാര വിഷയം. മറ്റാരെക്കുറിച്ചുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട സപ്ന ചേച്ചിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ കുടുംബത്തോടൊപ്പം ഇരുന്ന് സംസാരിക്കുന്നത്. നിത്യത നോക്കി നടക്കാനായിട്ട് എങ്ങനെ ഈ കുടുംബത്തെ ചേച്ചി ഒരുക്കി, എങ്ങനെ ഈ കാലഘട്ടത്തിൽ അനേകർക്ക് സാക്ഷ്യമായിട്ടും പ്രോത്സാഹനമായിട്ടും ഒത്തിരി പേർക്ക് കൂടുതൽ മക്കൾ ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണമായിട്ടൊക്കെ ചേച്ചി ഇങ്ങനെ മാറി. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടൻ തന്നെ തുടങ്ങാം. പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യം, എനിക്ക് ശവസംസ്കാരങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, എങ്കിലും ഒത്തിരി പേര് പറഞ്ഞ് കേട്ട അനുഭവമുണ്ട്. ആ ശവസംസ്കാരം ഇത് തന്നെ ഭയങ്കര ദൈവാനുഭവത്തിൻ്റെ ദിവസമായിരുന്നു എന്ന്. എല്ലാവരും പ്രതീക്ഷിച്ച് ഭയങ്കര കരച്ചിലും നിലവിളിയും ഭയങ്കര ട്രാജഡി നടന്നതൊക്കെ വിചാരിച്ച് എങ്ങനെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ എന്നൊക്കെ വിചാരിച്ചെന്ന് പലരും. മറ്റൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു വലിയൊരു ദൈവാനുഭവം ഹൃദയത്തിൽ പേർക്കൂടെ മടങ്ങിപ്പോയത്. ചേട്ടാ, അതിനെപ്പറ്റി തന്നെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഞാൻ ഓർക്കുന്നത്, ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ച് എൻ്റെ ബന്ധുക്കളൊക്കെ വീട്ടിൽ വന്നിട്ട് മടങ്ങിപ്പോകുന്ന സമയം, അല്പം ഇരുട്ടി, നേരമൊക്കെ വൈകി, എല്ലാവരും സെറ്റിലായി തുടങ്ങിയ സമയത്താണ് അവർ തിരിച്ച്, ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് ഏറ്റവും അവസാനം തിരിച്ചു പോകുന്നത്. അവർ പോകുമ്പോൾ അതിൽ എൻ്റെ ഒരു പേപ്പൻ എന്നോടിങ്ങനെ പറഞ്ഞു, ജോജു, ഞങ്ങൾ ഒരു മരണ വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയല്ല, ഒരു വിവാഹ വീട്ടിൽ നിന്ന് പോകുന്നത് പോലെയുള്ള ഒരു ഫീലിംഗാണ് ഞങ്ങൾക്കുള്ളത്. വിവാഹ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു ഫീലിംഗാണ് ഞങ്ങൾക്കുള്ളത്. എന്താണ് ഇങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. സത്യത്തിൽ അത് പറയുമ്പോഴും സത്യത്തിലൊരു മരണ വീട്ടിൽ അല്ല, എൻ്റെ ഭാര്യയാണ് മരിച്ചത് എന്നുള്ള നോർമലായി ചിന്തിക്കുന്നൊരു ഫീലിംഗ് പോലും ഞങ്ങൾക്ക് അത്ര അനുഭവപ്പെട്ടില്ല. ആ സമയത്ത് എല്ലാവരെയും പറഞ്ഞു വിടുന്ന ആ ഒരു ഫീലിംഗാണ് ഞങ്ങൾക്കുള്ളത്. സത്യത്തിൽ അങ്ങനെ ഒരു ഫീലിങ്ങിലേക്ക് ഞങ്ങൾക്ക് വരാനിട വന്നത് സപ്ന സത്യത്തിൽ മരിച്ചിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ്. സപ്ന മരിച്ചിട്ടില്ല, സപ്ന ഉറങ്ങുകയാണ്, നിദ്രയിലാണ്. തിരുവചനം പറയുന്ന പോലെ അവൾ ഉറങ്ങുകയാണ്. തിരുവചനം പറയുന്ന പോലെ അവൾ ഉറങ്ങുകയാണ്. ഞങ്ങൾക്ക് വലിയ പ്രത്യാശയുണ്ട്. സപ്നയെ ഈ കബറിടത്തിലേക്ക് വെക്കുന്ന സമയത്ത് ഞാനും കൂടെ പിടിച്ചാണ് അങ്ങോട്ട് വെക്കുന്നത്. വെക്കുമ്പോൾ എൻ്റെ മനസ്സറിയാതെ ഞാൻ ഇങ്ങനെ പറഞ്ഞു, സപ്ന ഞങ്ങളും വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വെച്ചത്. അതൊരു വലിയ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. കാരണം ഞങ്ങൾക്ക് ഇത്രയും കാലം കൊണ്ട് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്, ഇതുവരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് മരണത്തിന് ശേഷമുള്ള ജീവിതം എന്നുള്ളത്. ഒരാൾ ആദ്യം ബസ് കയറി നേരത്തെ പോയെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ സ്വപ്ന തന്നെ ഇതിനു മുൻപ് പലതവണ നെടുമ്പാശ്ശേരിയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഉള്ളൊരു ഫീലിംഗാണ് നമുക്കുള്ളത്. കുറച്ച് നാളത്തേക്ക് കാണാൻ പറ്റുന്നില്ല എന്നല്ലാതെ സ്ഥിരമായിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ക്രിസ്ത്യാനിയായ ആരും തന്നെ നരകത്തിൽ പോകുമെന്ന്. എല്ലാവരെയും പൗലോസ്ലീഹ തന്നെ വിളിക്കുന്ന വിശുദ്ധനെന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുമില്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലം വഴിയെങ്കിലും എല്ലാവരും സ്വർഗത്തിലെത്തും. സ്വർഗത്തിലെത്തും.
അപ്പോൾ ആകെയുള്ളത് അല്പസമയത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശ എൻ്റെ മനസ്സിൽ വല്ലാതെ ഉണ്ട്. അത് ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് അവർ ശവസംസ്കാരത്തിൻ്റെ സമയത്ത് പോലും അവരാരും അസ്വസ്ഥരാകാതിരുന്നത്. ഞാൻ ഈ ചോദ്യം മക്കളോട് ചോദിക്കുമ്പോൾ സ്വാഭാവികമായ അച്ഛൻ എന്ന നിലയിൽ ഇത് വളരെ സ്ട്രേഞ്ച് ആയ ചോദ്യമാണ്. കേട്ടിരിക്കുന്നവർക്ക് തോന്നുന്നു ഒട്ടും യുക്തിയില്ലാത്ത ചോദ്യമെന്ന് തോന്നും. എങ്കിലും കുഞ്ഞുങ്ങളോട് ചോദിക്കുകയാണ്, ഒരിക്കലും ഒരു അമ്മയുടെ ശവസംസ്കാരം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തെന്ന് ചോദിക്കുന്നത് വളരെ ബോധക്കെട്ടുള്ള ചോദ്യം എനിക്കറിയാം. പക്ഷേ എനിക്കറിയാം മക്കളോട് ചോദിക്കുമ്പോൾ വേറൊരു അർത്ഥത്തിലാണ് ചോദിക്കപ്പെടുന്നതെന്നും. മക്കൾ നിങ്ങൾക്ക് സാധാരണ നമ്മൾ ചോദിക്കും ഒരു വിവാഹം എങ്ങനെ ഫീൽ ഉണ്ടായിരുന്നു ചോദിക്കും, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ എങ്ങനെ ഫീൽ ഉണ്ടായിരുന്നു ചോദിക്കും. പക്ഷെ ഒരിക്കലും അമ്മയുടെ ശവസംസ്കാര ചടങ്ങ് നിങ്ങളെങ്ങനെ അനുഭവപ്പെട്ടു എന്ന് ചോദിക്കുന്നതിൽ തന്നെ ചോദ്യത്തിൽ പ്രശ്നമുണ്ട്. എങ്കിലും ചോദിക്കുകയാണ്, ഒന്ന് പറയാമോ ജെയിംസ് അല്ലേ? കുറെ നാളായിട്ട് അറിയായിരുന്നു മമ്മി പോകുന്ന ഒരു ദിവസം അടുത്ത്. എന്നിട്ട് കെട്ടുന്നതിനപ്പോൾ എനിക്ക് മമ്മി സ്വർഗത്തിലെത്തിയല്ലോ, ഇനി വേറെ മമ്മിക്കൊരു വിഷമമില്ലല്ലോ, എല്ലാതും കഴിഞ്ഞു. അങ്ങനെയാണ് എനിക്ക് അപ്പോൾ തോന്നിയായിരുന്നു. മമ്മി സ്വർഗത്തിലെത്തിയല്ലോ എന്ന് ഭയങ്കര സന്തോഷം. കുറെ പേരെന്നോട് ചോദിച്ചു നീ കരഞ്ഞോ കുഴപ്പമില്ല എന്നൊക്കെ. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നിയില്ല. എനിക്ക് എൻ്റെ ബന്ധുക്കളിൽ ഇവരാരും കരയാതിരിക്കുന്നത് കണ്ടിട്ട് പിന്നീട് ഇവർക്ക് സൈക്കോളജിക്കലി പ്രോബ്ലംസ് ഉണ്ടാവും. ഇപ്പൊ കരഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായ ചിന്തയാണല്ലോ. ആ ഫീലിങ്സ് ഒന്ന് പുറത്തു പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവരെ കരയിപ്പിക്കാൻ വേണ്ടി അവര് കുറെ ഇവര് അങ്ങനെ പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. മകളോടും ഒക്കെ വിളിച്ചുകൊണ്ട് പോയി നീ കരയേ ഇല്ലേ, ട്രീസോട് പറഞ്ഞില്ലേ? മോക്കെന്താ മോളെ അങ്ങനെയൊക്കെ അമ്മയുടെ മരണ സമയത്തുണ്ടായ ഒരു അനുഭവം മോൾ പറയാവോ? മമ്മി മരിച്ചു കഴിഞ്ഞിട്ട് ശരീരം കൊണ്ടുവന്നു വീട്ടിലേക്ക്. അപ്പോൾ ഞാനപ്പോൾ പിന്നെ സ്വർഗത്തെക്കുറിച്ചാണ് ഓർത്തത്. മമ്മി ഈ നിമിഷം അല്ലെങ്കിൽ 7:30 സമയത്ത് മമ്മി സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടാകും, അവിടെ എത്തിയിരിക്കുന്നു, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പം തന്നെ ഞാൻ ഓർത്തു ഇപ്പോൾ മമ്മിനെ ജഡ്ജ് ചെയ്യുന്ന സമയമായിരിക്കുമെന്ന്. ഇപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ അപ്പം തന്നെ ഞാൻ ഈ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആൻറ്റിമാരെല്ലാവരൊക്കെ പറഞ്ഞു നിങ്ങളൊക്കെ മുറി കയറി ഇരിക്കാൻ പറഞ്ഞു നിങ്ങളോട്. അപ്പോൾ ഞങ്ങളൊക്കെ മുറി കയറി ഇരുന്നപ്പോൾ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞു കരുണകൊന്ത ചൊല്ലാൻ പറഞ്ഞു. കാരണം മമ്മിയുടെ ജഡ്ജ്മെന്റിന്റെ സമയമാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് കരുണക്കൊന്ത ചൊല്ലാൻ പറഞ്ഞത് അല്ലേ? അങ്ങനെയല്ലേ? മമ്മിക്ക് വേണ്ടി കൂടുതൽ മാധ്യസ്ഥം വഹിക്കാനുള്ള ഒരു സമയമായിട്ടും മമ്മിയുടെ ആത്മാവിനെ ധൈര്യപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ടും മോളെ അത് വളരെ നല്ല ഇത് കേട്ടിരിക്കുന്നവർക്കൊക്കെ. മോൾക്ക് എത്ര വയസ്സായി മോളെ? 15 വയസ്സായ ഒരു കുഞ്ഞ്. ജൂണിൽ 15 വയസ്സ്. ജൂണിൽ 15 വയസ്സാകും. 15 വയസ്സായ മോളുടെ വായിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ടും അത് അമ്മയും അപ്പനിൽ നിന്ന് തന്നെ കിട്ടിയ ആരും നിത്യവിധിയെ പറ്റിയൊന്നും ചിന്തിക്കുക പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് മോളിത് പറഞ്ഞത്. ഒരു അച്ഛനെന്ന നിലയിൽ എന്നെ ഇത് ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഉറപ്പായിട്ട് ഇത് കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇത് വലിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഈ കുടുംബത്തോടുള്ള ഇരിപ്പ്, സ്വർഗം, നരകം, നിത്യവിധി, ശുദ്ധീകരണ സ്ഥലം, ഇതൊക്കെ നമ്മളിപ്പോൾ കുടുംബങ്ങളിൽ പോലും ചർച്ച ചെയ്യപ്പെടാൻ പോലും ഇല്ലാത്ത വാക്കുകളൊക്കെയാണ്. ചേട്ടൻ തുടർന്ന് പറഞ്ഞോളൂ, ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ. ആ ദിവസത്തെ പറ്റിയൊന്ന്. ആ ദിവസം ഞങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരുന്നു. പിതാക്കന്മാരൊക്കെ വന്നതും അവര് വന്ന് പ്രാർത്ഥിച്ചതുമൊക്കെ. അങ്ങനെ അതിൽ ടോണി പിതാവ് വന്നിരുന്നു, തൃശ്ശൂർ രൂപതയുടെ ഓക്സിലറി പിതാവ്. ടോണി പിതാവ് വന്ന് ഒപ്പീസൊക്കെ ചൊല്ലിയതിന് ശേഷം ഓരോരുത്തരെയും പരിചയപ്പെട്ടു പിതാവ്. മക്കളെയൊക്കെ പരിചയപ്പെട്ടു. അപ്പം അതിനിടയ്ക്ക് ആൻ്റണിയോട് ചോദിച്ചു, ആൻ്റണിയുടെ പേരും ഒക്കെ ചോദിച്ചു. ഇല്ലേ ആൻ്റണി? പിതാവ് എന്താ പറഞ്ഞത്? അപ്പോൾ മൈക്ക് കൊടുത്തേ. പിതാവ് എന്താ പറഞ്ഞത്? പേര് ചോദിച്ചു. പിന്നെ ആന്റണി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നാ ചോദിച്ചു? മമ്മി എങ്ങനെയാ സ്വർഗത്തിൽ പോയെന്ന് ചോദിച്ചു പിതാവ്. അപ്പൊ എന്താ പറഞ്ഞു? അപ്പോ സപ്നയെ ഇങ്ങനെ കെടുത്തിരിക്കുകയാണ്. സപ്നയുടെ ചുറ്റുമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് പിതാവ് ചോദിച്ചു, മമ്മി എങ്ങനെയാ സ്വർഗത്തിൽ പോയേ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറയാണ്, മമ്മി ഭും എന്ന് പറഞ്ഞ സ്വർഗത്തിൽ പോയെന്ന്. അവിടെയുള്ള എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്. അതൊരിക്കലും ഒരു മരണം വീട് പോലെ ഫീൽ ചെയ്തില്ല. പിതാവ് പോലും എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു അനുഭവം. എല്ലാവരും അങ്ങ് ചിരിക്കുകയാണ്, മക്കളും എല്ലാവരും കൂടെ അങ്ങ് ചിരിക്കുകയാണ്. നടന്ന വീടാണ്. അതെ 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 അതെ. അങ്ങനെയല്ല, ഞങ്ങളുടെ ഫീലിംഗ് അങ്ങനെയല്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ അന്ന് പിതാവിന് അങ്ങനെ സംസാരിക്കാൻ പോലും പറ്റിയത്. എനിക്ക് തോന്നുന്നു ആ ഒരു അറ്റ്മോസ്ഫിയർ അങ്ങനെയായിരുന്നു അവിടെ. അപ്പോൾ എന്നിട്ട് പിതാവ് ചോദിച്ചു, അപ്പൊ മമ്മി ഒറ്റയ്ക്കാണോ പോയത്? അപ്പൊ നീ എന്നാ പറഞ്ഞു? ഒറ്റക്കല്ലേ?
ഒറ്റയ്ക്കാണ് പോയേ? ആ എന്നിട്ടാ? യേശു കൊണ്ടായി. അപ്പൊ ഇവൻ പറയാണ് മമ്മി ഒറ്റയ്ക്ക് കുറെ ദൂരം അങ്ങ് പോയി, പിന്നെ ഈശോ വന്ന് കൈ പിടിച്ച് കൊണ്ടുപോയി. അടിപൊളി. അല്ലെ, അങ്ങനെയല്ലേ പറഞ്ഞേ? അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കുട്ടികൾക്കുള്ളത് കൊണ്ട് സത്യത്തിൽ അങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമായിട്ട് മരണത്തെ നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം മരണം എന്നുള്ളത് ഇതുവരെയുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയാണ്. ഇപ്പോൾ ഇതിന് മുൻപ് പലപ്പോഴും കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ഞാൻ ഈ ആശയം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഗർഭസ്ഥ ശിശു ആയിരുന്ന സമയത്ത് ഒരാത്മാവ് അവിടെയാണല്ലോ ജനിക്കുന്നത്. ഗർഭസ്ഥ ശിശു ആയിരുന്ന സമയത്ത് നമ്മുടെ ഒരു അപ്പോഴത്തെ ഉള്ളൊരു സാഹചര്യമല്ല ജനിച്ചു കഴിയുമ്പോൾ ഉള്ളത്. ജനിച്ചു കഴിയുമ്പോൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ എല്ലാം ഡിഫറെൻ്റ് ആണ്. ഗർഭസ്ഥ ശിശു ആയിരിക്കുമ്പോൾ ഒന്നിനെ പറ്റിയും ചിന്തിക്കേണ്ട. ആ ദ്രാവകത്തിലെ ഗർഭപാത്രത്തിനകത്തുള്ള ദ്രാവകത്തിൽ വളരെ കംഫർട്ടബിളായി ഇഷ്ടമുള്ള പോലെ തട്ടിക്കളിച്ച് ഏറെക്കുറെ നീന്തുമ്പോൾ വെള്ളത്തിൽ ചെയ്തതുപോലെയൊക്കെ ചാടിമറിഞ്ഞ് അങ്ങനെ വളരെ ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരു ആത്മാവ് പിന്നീട് ജനിക്കുന്ന സമയത്ത് ഒരു തരം മരണവേദന അനുഭവിക്കാനാണ്. കാരണം ഈ കംഫർട്ടബിളായി സ്ഥലത്ത് നിന്ന് പിടിച്ച് പുറത്താക്കുന്നു, ഒരു പ്രഷർ പുറത്തേക്ക് തള്ളുന്നു. ഒപ്പം പുറത്തു വരുമ്പോൾ ഈ ആംബ്ലിക്കൽ കോഡ് അങ്ങ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ശ്വാസം കിട്ടുന്നില്ല. ശരിക്കും ഒരു മരണവെപ്രാളമാണ്, ഒരു മരണവെപ്രാളമാണ്. അപ്പോൾ ഈ മരണവെപ്രാളത്തിൽ നിന്ന് ഈ കൊച്ച് കരയുന്നു. അങ്ങനെയാണ് കൊച്ച് പുതിയ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പഠിക്കുന്നത്. ആദ്യത്തെ ശ്വസിക്കാൻ പഠിക്കുന്നത്. നീ കരഞ്ഞു? ജനിച്ചപ്പോ കരഞ്ഞു. കൊള്ളാം. ഞാനും കരഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കുകയാണ്. അതാ ഒരു തരം ആ വ്യക്തി, ആ ആത്മാവിനെ സംബന്ധിച്ച ഒരു മരണ അനുഭവത്തിലൂടെയാണ്. പിന്നീട് നമ്മൾ ഇപ്പോൾ ഉള്ള സമയം നമ്മൾ ഈ ഒരു അന്തരീക്ഷത്തിൽ നമ്മളിപ്പോൾ ഏറെക്കുറെ കംഫർട്ടബിൾ ആയ പോലെയാണ്. ഇത് കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് അടുത്ത സ്റ്റേജിലേക്കുള്ള നമ്മുടെ ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ ഒരേ ആത്മാവാണ് ഗർഭപാത്രത്തിലായിരുന്നത്. ആ ആത്മാവ് തുടർന്ന് ഈ ലോകത്തായിരിക്കുന്നു, ഭൂമിയിലേക്ക് വരുന്നു. ഇനി ഇവിടെ നിന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് അടുത്ത ട്രാൻസ്ഫർ ആണ്. ഇതൊരു ഫേസ് സ്റ്റേജ് മാത്രമേ ആവുന്നു. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് യാത്രയാണ് എന്നാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ കാരണം ഇതിപ്പോൾ കേട്ടിരിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ അന്ന് നമ്മുടെ ആധ്യാത്മിക മാഗസിനുകളിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ വായിച്ചവർക്കൊക്കെ ഒത്തിരി സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നിയ കാര്യമാണ് കുഞ്ഞുങ്ങളെങ്ങനെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു, ചേട്ടൻ എഴുതിയ ചെറിയ കുറിപ്പൊക്കെ ഞാനും വായിച്ചിരുന്നു. ആ സമയത്ത് എല്ലാവർക്കും തോന്നുന്ന സ്വാഭാവിക സംശയമാണ്, ഇവർക്കെന്താ വട്ടാണോ, അല്ലെങ്കിൽ ഇവർക്കിതെങ്ങനെ പറ്റി. ഇതിപ്പോൾ ഇത് ചേട്ടൻ്റെ ഈ ബോധ്യത്തെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അതായത് ആ ഒരു ദിവസം നടന്നത് എന്നുള്ളത് ഇതിനു മുമ്പിലുള്ള കുറേ വർഷത്തെ ഒരു കാര്യങ്ങളുടെ പ്രതിഫലനം മാത്രമായിരുന്നു. കുട്ടികൾക്ക് അങ്ങനെ ഒരു ചിന്ത കൊടുക്കാനായിട്ട് എനിക്ക് സഹായകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഡൽഹിയിൽ വീടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത്? ഡൽഹിയിലായിരുന്ന സമയത്ത്, അതായത് ഡൽഹിയിൽ നേരത്തെ സ്വപ്ന ചേച്ചി നഴ്സായിരുന്ന സമയത്തും അവിടെ നിന്നാണല്ലോ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോരുന്നത്? ഓക്കെ ആണ്. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീടുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ താമസിക്കുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ഇവർക്കുണ്ടാകാവുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നമുക്ക് വീടില്ല. ആരാണ് അങ്ങനെ എടുത്ത് ചോദിച്ചത് കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ചോദ്യം ഇവരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ വന്ന സമയത്ത് നമുക്ക് അവർ പറഞ്ഞു കൊടുക്കാൻ നല്ലൊരു അവസരമായിരുന്നു. അത് പിന്നീട് നമുക്ക് എല്ലാവർക്കും നമ്മളത് പറഞ്ഞു കൊടുക്കാൻ ഇട വന്നിട്ടുണ്ട്. അതായത് ഇവിടെ അല്ല നമ്മുടെ സ്ഥിരതാമസം, യഥാർത്ഥത്തിലുള്ള നമ്മുടെ വീട് സ്വർഗത്തിലാണ്. അപ്പൊ ഇവിടെ ആയിരിക്കുന്നത് സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്, താൽക്കാലികമാണ്. അത് ഞങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. കാരണം ഞങ്ങൾക്ക് നാട്ടിലൊരു വീടുണ്ട് എന്ന് വെച്ചാൽ പരമ്പരാഗതമായി ഞങ്ങൾക്ക് കിട്ടിയ വീട്, ആ വീടുണ്ട്. അത് ഞങ്ങൾ വെക്കേഷൻ വരുമ്പോൾ അവിടേക്കാണല്ലോ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ താമസിക്കുന്നത് ഇത് ഞങ്ങളുടെ സ്ഥിരം സ്ഥലമല്ല. നമ്മളിവരൊക്കെ വിളിക്കുന്നത് സൗത്ത് ഇന്ത്യൻ എന്നാണല്ലോ. ഡൽഹിയിലായിരിക്കുമ്പോൾ നമ്മളെ വിളിക്കുന്നത് സൗത്ത് ഇന്ത്യൻ എന്നാണ്. അപ്പൊ അതിനർത്ഥം നമ്മൾ നോർത്ത് ഇന്ത്യൻ അല്ല എന്നുള്ളതാണ്. അപ്പൊ നോർത്ത് ഇന്ത്യ അല്ല നമ്മുടെ വീട്, നമ്മൾ നാട്ടിലോട്ട് പോകേണ്ടവരാണ്. അങ്ങനെ അത് ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. പിന്നെ സപ്നയെ സംബന്ധിച്ച് സപ്ന ഇവരോട് എപ്പോഴും പറയാറുള്ളത്, സ്വർഗത്തെ പറ്റി പറയുമ്പോൾ
സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഇടമാണെന്ന്, വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്ഥലമാണ് എന്നൊക്കെ ഇവരോട് അവതരിപ്പിക്കുന്നത്. സപ്നയുടെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് സ്വർഗത്തിലെ നമ്മുടെ വീട് റോസാപ്പൂ കൊണ്ടുള്ളൊരു വീടായിട്ടാണ്. ആണ് ഓരോ നന്മ ചെയ്യുമ്പോഴും നമുക്ക് സ്വർഗത്തിലെ ഒരു റോസാപ്പൂവ് നമുക്ക് കൊടുക്കുകയാണ് സ്വർഗത്തിലേക്ക്. മോക്ക് പറയാമോ എങ്ങനെ അമ്മ എങ്ങനെയാണ് സ്വർഗത്തെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? മമ്മി ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഓരോ കാര്യം ചെയ്യുമ്പോൾ ക്ഷമിക്കുക അല്ലെങ്കിൽ പേഷ്യൻസ് ഒക്കെ കീപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിട്ടുകൊടുക്കുക, അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഫ്ലവർ കൊടുക്കുക. അപ്പം ഞങ്ങൾക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു ചെറുപ്പത്തിൽ. ഞങ്ങൾ പിന്നെ ഹോം സ്കൂളിംഗ് ആയതുകൊണ്ടും ഞങ്ങൾക്ക് അങ്ങനെ സ്കൂൾ കുട്ടികളുടെ അത്ര ബ്രേവ്നെസ്സോ അല്ലെങ്കിൽ ആ കടുപ്പൊന്നുമില്ല. ഞങ്ങള് ക്രിസ്ത്യൻസ് ആണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ മമ്മി അങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ അപ്പനെ ഫ്ലവർ ആണ് ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ വെച്ചാൽ അപ്പൊ മമ്മി പറയും ഫ്ലവർ ആണെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കുമെന്ന് പറയും. കുഞ്ഞു കുഞ്ഞ് ആശയടക്കങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള 5 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കാൻ ഫ്ലവർ കിട്ടും. അങ്ങനെ പിന്നെ ഞാനൊക്കെ ആണെങ്കിൽ ചെറുപ്പത്തിൽ ഡയറിയിൽ എഴുതി നോക്കിയായിരുന്നു എത്ര ഫ്ലവർ കിട്ടിയെന്നൊക്കെ. ഒരു ദിവസം കിട്ടിയെന്നുള്ളത് ഞാൻ കൊച്ചിലെ ഡയറി ഇതുപോലെ വായിച്ചിട്ടുണ്ട്. അപ്പൊ മോക്ക് ഒരു ആശംസ വരുന്നു, വലിയ വിശുദ്ധയൊക്കെ ആകുമ്പോൾ നമ്മളൊക്കെ ഓർക്കണം കേട്ടോ സ്വർഗത്തിൽ ചെല്ലുമ്പോ. പിന്നെ അങ്ങനെ ഫ്ലവർ എണ്ണുമായിരുന്നു. പിന്നെ മമ്മി എല്ലാ ട്യൂസ്ഡേ വന്ന് ചോദിക്കുമായിരുന്നു എന്നോട് എത്ര ഫ്ലവറായി ഓക്കെ. പിന്നെ മമ്മി എന്നോട് പറയുമായിരുന്നു ആദ്യം സ്വർഗത്തിൽ പോയി ഈശോ ചോദിക്കും നിങ്ങൾ എത്ര ഫ്ലവർ കിട്ടി അങ്ങനെയൊക്കെ ചോദിക്കും എന്നൊക്കെ പറയായിരുന്നു. എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്, ഇപ്പോഴും ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛൻ്റെ അമ്മ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർക്കുകയാണ്. അച്ഛൻ്റെ അമ്മ ഇങ്ങനെ കൂട്ടുകാരൻ അച്ഛനോട് ഇപ്പോഴും പറയും മോനെ എടാ നീയാണ് സ്വർഗത്തിൽ ആദ്യം പോകണമെങ്കിൽ അമ്മയുടെ കാര്യമൊക്കെ കാര്യമായിട്ട് സ്വർഗത്തിൽ പറഞ്ഞേക്കണം കേട്ടാ. ഞാനെവിടെ പോകണമെങ്കിൽ നീ പേടിക്കണ്ട, ഞാൻ ഉറപ്പായിട്ട് നിന്നെ ഇവിടെ എത്തിച്ചിരിക്കും. കൊച്ചു പറഞ്ഞപ്പോൾ അതായിരുന്നു. ഇപ്പം അമ്മ ഉറപ്പായിട്ട് നീ മക്കളെ എത്തിക്കും, മക്കളുടെ മേലിരുന്ന് റസപ്പൊക്കെ എടുത്ത് ഈശോക്ക് എണ്ണി കൊടുക്കുമായിരിക്കും. വേഗം എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞിട്ട്. മോൻ്റെ പറയാനുള്ളേ? മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരേ തെറ്റുകൾ ചെയ്യുമ്പോൾ അവിടെ സ്വർഗത്തിൽ വെച്ചാൽ പൂക്കൾ ഓരോന്നും ഇങ്ങനെ ചീഞ്ഞു പോകുന്ന അതായത് നമ്മൾ പുണ്യം ചെയ്തപ്പോൾ എടുത്തു വെച്ച റോസാപ്പൂ ഒക്കെ നമ്മൾ തെറ്റിയുമ്പോൾ ചീഞ്ഞു പോകുന്നു. അത് നല്ല വേദപാഠമായിരുന്നു അല്ലേ? വളരെ സിമ്പിളായിട്ട് പഠിപ്പിച്ചെടുത്ത വേദപാഠം. മമ്മി പലപ്പോഴും അങ്ങനെയാണ്, ചെറിയ ചെറിയ ഇൻസൈറ്റുകൾ വളരെ സിമ്പിളായിട്ട് പുള്ളിക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നു പിള്ളേടുത്ത്. ശരിക്കും ഞാൻ ആലോചിക്കുകയാണ് ഓരോ അമ്മമാരും ഒക്കെ ഇതുപോലെ കുഞ്ഞു ഇൻസൈറ്റുകളൊക്കെ എപ്പോഴും വളരെ കുഞ്ഞുനാൾ കൊടുക്കുവാണെങ്കിൽ നമുക്കൊരു വിശുദ്ധമായൊരു തലമുറ. ഇതിപ്പോൾ ഒരു ചെറിയ ക്ലാസ് റൂം പോലെ ഉണ്ടല്ലോ. ഇത്രയും കുഞ്ഞുങ്ങൾ ഇത്രയും വലിയ കാര്യങ്ങൾ വളരെ കുഞ്ഞാലും പഠിച്ചുകൊണ്ട് ഇവർക്ക് എന്തോരം പേർക്ക് കൊടുക്കാൻ പറ്റും. ഇത് കേൾക്കുന്ന എന്തോരം പേർക്ക് ഇതൊരു വലിയ തിരിച്ചറിവായിരിക്കും. അതുകൊണ്ട് ഒരു അമ്മയുടെ ഏറ്റവും കുഞ്ഞു കാര്യങ്ങൾ പോലും, പ്രത്യേകിച്ച് ആത്മീയ മേഖലയിലെ കുഞ്ഞു കാര്യങ്ങൾ പോലും ഒരു തലമുറ ലോകത്തെ മുഴുവൻ മാറ്റം എന്ന് പറയുന്നത്. നമുക്ക് തിരിച്ച് നമ്മുടെ ഈ രോഗാവസ്ഥയിലായിരുന്ന സമയത്തുണ്ടല്ലോ, ചേച്ചിക്ക് ഇങ്ങനെ അസുഖം വന്നു എന്ന അവസ്ഥയിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അക്സെപ്റ്റ് ചെയ്യാനും അതിനൊന്ന് ദൈവ പദ്ധതി എന്നൊക്കെ നോക്കാനൊക്കെ പറ്റിയത് എങ്ങനെയായിരുന്നു? സാധാരണ ഞങ്ങളുടെ വീട്ടിൽ ഡൽഹിയിലായിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ 3 സമയം പ്രാർത്ഥിക്കുമായിരുന്നു. രാവിലെ പ്രാർത്ഥിക്കും, 3 മണിക്ക് പ്രയർ ഉണ്ടാവും, പിന്നെ വൈകിട്ടുള്ള കുടുംബ പ്രാർത്ഥന ഉണ്ടാവും. ഇതിൽ 3 മണിക്ക് നമ്മൾ കരുണക്കൊന്ത ചൊല്ലുന്ന സമയത്താണ് സപ്നയുടെ ഫോൺ വരുന്നത്. ബയോപ്സിയുടെ റിപ്പോർട്ട് കിട്ടി, ക്യാൻസറാണ് എന്നുള്ളത്. ഞാൻ പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. എന്ന് വെച്ചാൽ കരുണക്കൊന്തയിലെ ആ ഒരു പാദം ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ കോൾ വന്നത്. അപ്പോൾ ബയോപ്സി റിപ്പോർട്ട് അന്ന് കിട്ടുമെന്നുള്ളത് കൊണ്ട് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തു. അല്ലെങ്കിൽ സാധാരണ ഫോൺ എടുക്കാറില്ല. അറ്റൻഡ് ചെയ്തു. ഇത് കേട്ട ഉടനെ ഒരു മനസ്സിൻ്റെ അടിയിൽ നിന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ബയോപ്സി റിപ്പോർട്ട് കൊടുക്കുമെന്നൊക്കെ പറയുമ്പോഴാണെങ്കിലും നമ്മുടെ ചിന്തയിലെ പുള്ളി പൾമിനറി വാർഡിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ക്ഷയരോഗം ആകാനുള്ള സാധ്യത അങ്ങനെ ഒരു ചിന്തയിലാണ്. ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നില്ല ക്യാൻസർ വരുമെന്ന്. പല കാരണങ്ങൾ കൊണ്ട് ക്യാൻസറിനുള്ള സാധ്യത സപ്നയ്ക്ക് കുറവാണ്. കാരണം ഒന്ന്, ജീവിതത്തിൽ ഇത്രയും കൃത്യമായിട്ട് മറ്റ് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരാളായിരുന്നു. പഞ്ചസാര തീരെ കഴിക്കാതെ ചായ കുടിക്കുന്ന ഒരാളാണ്, ഏത് പ്രമേഹമൊന്നും ഇല്ലാഞ്ഞിട്ട്. മറ്റ് ഫാസ്റ്റ് ഫുഡുകളോ ഒന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. അങ്ങനെ ശ്രദ്ധിച്ചിരുന്നത് കൂടാതെ ഇത്രയും മക്കൾക്ക് ജന്മം കൊടുക്കുകയും അവർക്ക് പാലൂട്ടുകയും ചെയ്തപ്പോൾ യാതൊരു തരത്തിലും ക്യാൻസർ വരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസർ തീരെ വരാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ള ആൾക്ക് ഇങ്ങനെ ക്യാൻസർ വന്നെന്ന് കേട്ടപ്പോൾ നമുക്ക് സത്യത്തിൽ അതൊരു ഷോക്ക് തന്നെയായിരുന്നു. ആ സമയത്ത് നമ്മൾ കേട്ടപ്പോൾ എനിക്ക് ആ പ്രയർ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ അവിടെ അങ്ങനെ സ്റ്റക്കായി നിന്നുപോയി. എൻ്റെ
ആ ഒരു നിപ്പ് കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നം ഉണ്ട്, അല്ലാതെ പപ്പ ഇങ്ങനെ ഇരിക്കില്ല. അപ്പം എന്നോട് ജെയിംസ് ചോദിച്ചു, ജെയിംസ് ആണോ എന്നറിയില്ല, ആരോ എന്നോട് ചോദിച്ചു, പപ്പ എന്ത് പറ്റി, മമ്മിക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ചു. എൻ്റെ മനസ്സിലെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി, അതായത് കുഞ്ഞുങ്ങളോട് പറയണോ. പിന്നെ എൻ്റെ മനസ്സിൽ അപ്പം തന്നെ തോന്നി, കുഞ്ഞുങ്ങളാണ് ഇതാദ്യം അറിയേണ്ടത്, മറ്റുള്ളവർ അറിഞ്ഞിട്ടല്ല കുഞ്ഞുങ്ങൾ അറിയേണ്ടത്. ഞാൻ അവരോട് പറഞ്ഞു, മമ്മിക്ക് ക്യാൻസറാണ്. ഉടനെ എന്നോട് ആരോ ചോദിച്ചു, അപ്പം മമ്മി മരിച്ചു പോവോ എന്ന് ചോദിച്ചു. അത് ദൈവത്തിന് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്, നമുക്കറിഞ്ഞുകൂടാ, മരിക്കാം അല്ലെങ്കിൽ സുഖപ്പെടാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കൺട്രോൾ എടുത്ത് ഞാൻ പ്രെയർ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ പ്രെയർ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, മമ്മിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും കരുണയുണ്ടായിരിക്കണമേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനത് പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ എന്നോട് പെട്ടെന്ന് ജെയിംസാണ് അന്ന് എടുത്ത് ചോദിച്ചത്. എന്നോട് ജെയിംസ് ചോദിച്ചു, പപ്പ അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടുമോ അല്ലേ ജെയിംസ്? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? തോന്നാറുണ്ട്. ഇങ്ങനെ മാത്രമല്ല, കുറേ പ്രാവശ്യം അങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, എല്ലാ കാര്യം ഇപ്പോൾ ഈശോയ്ക്കൊക്കെ അറിയാം, ഈശോ എല്ലാത്തിലും കൺട്രോളിലാണ്. അപ്പോൾ ഈശോ അനുവദിച്ച അതിന് ഈശോയുടെ പ്ലാനിലത് ഉണ്ടാവും. അപ്പോൾ ഈശോയ്ക്ക് ഇനി അതിന് അത് വെച്ച് വരെ പേർപ്പസ് ഉണ്ട്, അല്ലെങ്കിൽ അത് ഈശോയുടെ ഇതല്ലാത്തത് അവിടെ വേറെ ആൾക്കാർ കാരണം വന്നതാണെങ്കിൽ അതിന് തിരിച്ച് ഈശോയുടെ വിധത്തിൽ കൊണ്ടുവരാൻ ഈശോയ്ക്ക് പ്ലാൻ ഉണ്ട്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് സെയിൻറ്റ് ഫൗസ്റ്റീനയുടെ ഡയറി വായിച്ചപ്പോൾ ഞാൻ കണ്ടത് എപ്പോഴും ഒന്നും വേറെ നമ്മൾ നോക്കണില്ല. വെറുതെ സെയിൻറ്റ് ഫൗസ്റ്റീന എപ്പോഴും ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാ അത് അങ്ങനെ തന്നെ അത് കാരണം എനിക്ക് അതെന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇവനിങ്ങനെ ചോദിച്ചപ്പോ ഞാൻ എപ്പോഴും പറയാറ്, സ്വർഗത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പറയാറുള്ളത്, ദൈവത്തോട് വിശ്വസ്തതയും മനുഷ്യരോട് നീതിയും പുലർത്തിയാൽ നമുക്ക് വിശുദ്ധരാകാം എന്നുള്ളതാണ്. ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം, മനുഷ്യരോടല്ല വിശ്വസ്തത വേണ്ടത്, വിശ്വസ്തത ദൈവത്തോടാണ്. അതേസമയം മനുഷ്യരോട് നീതി നമ്മൾ ചെയ്യണം. ഇപ്പോൾ പലപ്പോഴും ഔസപിതാവിനെ നീതിമാൻ എന്ന് വിളിക്കുന്നത് ഞാൻ ഈ അർത്ഥത്തിലാണ് മനസ്സിലാക്കുന്നത്. അതായത് മനുഷ്യരോട് ചെയ്യേണ്ട നീതിയെല്ലാം ചെയ്യുകയും ദൈവത്തോട് വിശ്വസ്തരായിരിക്കാൻ, അത് നമുക്ക് ഔസപിതാവിൻ്റെ ജീവിതം കണ്ടാലറിയാം നമുക്ക്. അപ്പോൾ അങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ ജെയിംസിനോട് പറഞ്ഞു, ജെയിംസ്, നമ്മുടെ മനസ്സിൽ ഇപ്പോഴുള്ള ഫീലിംഗ് എന്താണ്? ആ ഫീലിംഗ് മമ്മി സുഖപ്പെടണം എന്നുള്ളതല്ലേ? എൻ്റെ മനസ്സിൽ അങ്ങനെയാണ്. അപ്പോൾ അവരും പറഞ്ഞു അവരുടെ മനസ്സിലും ഉള്ള നാച്ചുറലായിട്ടുള്ള ഫീലിംഗ് അത് തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ദൈവത്തോട് നമുക്കത് പറയാം. ദൈവത്തോട് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഫീലിംഗ് പറയുന്നു, ദൈവത്തോട് പറയുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് കർത്താവാണ് തീരുമാനിക്കുന്നത്. എപ്പോഴും സുപ്പീരിയർ പവർ കർത്താവിന്റെ കയ്യിൽ തന്നെയാണല്ലോ. ചേച്ചി എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ, സ്വപ്ന ചേച്ചി എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനെ പ്രാർത്ഥനയാക്കി മാറ്റിയതും സ്വീകരിച്ചതും നമുക്കൊരു ശക്തിയൊക്കെ മാറിയത് എങ്ങനെയായിരുന്നു? സ്വപ്ന വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്താഗതിയാണ്. ചിന്താഗതി എന്ന് പറയാൻ ഒരുപക്ഷെ പറ്റില്ലായിരിക്കാം. ആളുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത് ഒരിക്കലും ജീവിതത്തിൽ ഒരു കംപ്ലൈൻറ്റ് പറയാത്ത ആളാണ്. ഇപ്പോൾ ഈ അസുഖം ഉണ്ടായിട്ട് പോലും പലരും സ്വപ്നയെ കാണാനായിട്ട് വിഷമിക്കുകയാണ്. എങ്ങനെയാണ് സ്വപ്നനെ ഫേസ് ചെയ്യുക? ഇത്ര വലിയ അസുഖമുള്ള എങ്ങനെ ആശ്വസിപ്പിക്കും? എല്ലാവർക്കും വിഷമം, കുഞ്ഞുങ്ങൾ ഇത്ര പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു മമ്മിക്ക് സാധാരണഗതിയിൽ കൂടുതൽ പ്രയാസം ഉണ്ടാകും. കാരണം ഇത്രയും പേരെ അനാഥരാക്കിയിട്ട് പോകണമല്ലോ എന്നുള്ളത് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് അവർ വരുന്നത്. പക്ഷേ സ്വപ്ന എപ്പോഴും വളരെ ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും സ്വയം വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ്. സ്വപ്നയെ സംബന്ധിച്ച് ഇതൊന്നും എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു ഫീല് ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല. അനുവദിച്ച് തന്നൊരു കാര്യം നടന്നു പോകുന്നു. അപ്പോൾ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ അവർക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനും മറ്റേ അവർക്ക് അവരെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് വളരെ നാച്ചുറലായിട്ട് പുള്ളി ഒന്നും സംഭവിക്കാത്ത ഒരാളെ ചെയ്തു കൊടുത്ത് വിടുന്ന അങ്ങനെയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് മരിക്കുന്നതിന് അല്പം മുമ്പ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്
അദ്ദേഹം ഒരിക്കൽ തലയിലേക്ക് ഇങ്ങനെ ഒരു നോഡ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ജോജേട്ടാ. ഇങ്ങനെ ചുളുചുളാ കുത്തുന്ന വേദന തലയിലേക്ക് കയറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഉള്ള ഒരു ഡയഗ്നോസിസ് ആളുടെ വക നേഴ്സും കൂടി ആയതുകൊണ്ട് പുള്ളിക്ക് അത് അങ്ങനെ പുള്ളി അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു എന്നല്ലാതെ എനിക്ക് വേദനയാണെന്നോ ബുദ്ധിമുട്ടാണെന്നോ പ്രയാസമാണെന്നോ ഒരിക്കൽ പോലും എന്നോടാണല്ലോ ഏറ്റവും അധികം അദ്ദേഹം പറയേണ്ടത്, എന്നോട് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ കുട്ടികൾക്കും സപ്ന ഇങ്ങനെ വലിയൊരു രോഗിയായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. മമ്മി പലപ്പോഴും മമ്മി നാട്ടിലേക്ക് ഇങ്ങനെ ക്യാൻസർ ആയിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ രണ്ടാമത്തെ തവണ ക്യാൻസർ വന്നപ്പോൾ ആദ്യത്തെ തവണ ബ്രസ്റ്റിലുണ്ടായി. പിന്നീട് എയിംസിൽ നമ്മളെല്ലാ ചികിത്സകളും ചെയ്തു. ഫിലോമിനയ്ക്ക് വേണ്ടി കുറച്ച് സമയം നീട്ടി എന്നല്ലാതെ ചികിത്സ അദ്ദേഹം എല്ലാം കംപ്ലീറ്റ് ചെയ്തു. കീമോയും റേഡിയോതെറാപ്പിയും എല്ലാം കംപ്ലീറ്റ് ചെയ്തു, സർജറി ചെയ്തു. എല്ലാം കഴിഞ്ഞ് മെഡിക്കൽ റിപ്പോർട്ട് എല്ലാം ഓക്കെ ആയതിനു ശേഷം ആൾ ജോയിൻ ചെയ്തതാണ്. രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ആണ് അവർ ഇനി രക്ഷയില്ലെന്നുള്ള ഒരു ചിന്ത ഡോക്ടേഴ്സ് പറഞ്ഞത് ആണ്. അപ്പോൾ അങ്ങനെ ആൾ വീട്ടിലോട്ട് തിരിച്ചു വന്നപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഏറെക്കുറെ ഒരു ശോകമായ ഒരു അന്ത്യം നാടകത്തിൻ്റെ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഫീലിങ്ങോട് കൂടിയാണ് വരുന്നത്. അങ്ങനെ അവർ വരുമ്പോൾ കാണുന്നത് സപ്ന കോഴിക്കുഞ്ഞുങ്ങളെ തീറ്റുന്നതും പശുവിനെ ചിലപ്പോൾ പുല്ലരിയാൻ പോകുന്നതും പശുവിന് കയറ് പിടിക്കാൻ നമ്മൾ ഒരിക്കൽ ഞാൻ പുള്ളിയോട് പറഞ്ഞ് ഇങ്ങനെ രോഗിയാണല്ലോ എന്താണെങ്കിലും ഇതൊന്നും ചെയ്യേണ്ട, ഇതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യമല്ലേ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ വളരെ ഒരു നാച്ചുറൽ ലൈഫിലേക്ക് ആണ് ആളെപ്പോഴും വരുന്നത്. ആൾ ഒരിക്കലും ഒരു രോഗിയായിട്ട് ഇരുന്നിട്ടില്ല. അവസാനത്തെ ഏറെക്കുറെ ഒരു 2 ആഴ്ച കാലമാണ് സ്വപ്ന അതുപോലെ അങ്ങനെ ബെഡ് റിഡൻ ആയിട്ട് ശരിക്കും കിടന്നത്. അതുവരെ ആൾ അതുപോലും ചെയ്തിട്ടില്ല. എപ്പോഴും കിച്ചണിലുണ്ടാവും, അല്ലെങ്കിൽ എല്ലായിടത്തും ഉണ്ടാവും, പുറത്തുമൊക്കെ. ഇപ്പോൾ ജെയിംസ് എടുത്ത രണ്ടാമത് രോഗം വന്നതിന് ശേഷം എടുത്ത 2 ഫോട്ടോസാണ് പൊതുവെ ഇപ്പോൾ എല്ലാവരും കാണുന്നത്. ജെയിംസ് എടുത്ത ഫോട്ടോസാണ് വന്നത്. അത് പുള്ളി പുറത്ത് ഇറങ്ങി കൊച്ചിനെ കൊണ്ട് പശുവിനെയൊക്കെ കാണിച്ച് നടക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് ജെയിംസ് എടുത്ത ഒരു ഫോട്ടോ ആണ്, നാച്ചുറലായിട്ട് കിട്ടിയത്. അത് ഞാൻ ഈ മക്കളിലേക്ക് തന്നെ ഒന്ന് കുഞ്ഞു കാര്യം ചോദിക്കാം. നമുക്ക് മമ്മീനെ ഇപ്പോൾ കാര്യമായിട്ട് മിസ് ചെയ്യാറുണ്ടോ? എനിക്ക് എപ്പോഴും ഇങ്ങനെ മമ്മി മിസ് ചെയ്യാന്ന് വെച്ചാൽ മമ്മി അപ്പോൾ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള പോലെ എനിക്ക് ഇപ്പോഴും തോന്നാറ്. ചില എന്തെങ്കിലും പറയാണ്ടാവുമ്പോൾ ഞാൻ പറയും ഞാൻ കൂടെ ഉള്ള പോലെ, അല്ലാണ്ട് മിസ് ചെയ്യാൻ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സ്വപ്നത്തിൽ കണ്ടതാണ്. ഈശോ ഏറ്റടി ഒരു മിഠായി കൊടുന്നു എനിക്ക് കാണിച്ചു തന്നു. കുറെ മിഠായി കൊണ്ട് കാണിച്ചു തന്നു ഈശോ. എന്നിട്ട് അത് തിരിച്ചു കൊണ്ടുപോയിട്ട് വലിയൊരു കുരിശ് കാണിച്ചു തന്നു. മിഠായി ഈശോ തന്നില്ല? ഇല്ല, വലിയൊരു കുരിശ് കൊടുന്നിട്ട് അത് ചെറുതാക്കി എന്നിട്ട് എനിക്ക് തന്നു. വലിയ കുരിശ് കൊണ്ട് ചെറുതാക്കിയിട്ട് മോക്ക് ഈശോ തന്നു. കൗൺസിൽ ഹൗസിൽ സിസ്റ്റേഴ്സ് വന്നപ്പോൾ ഇതുണ്ടായ മരിയയ്ക്ക് ഈ അനുഭവം ഉണ്ടായ അന്ന് തന്നെ അവർ വന്നപ്പോൾ അവരോട് മരിയ ഇത് പറഞ്ഞിരുന്നു ആണ്. ഇത് കേട്ട ഉടനെ വന്ന ആ സിസ്റ്റേഴ്സ് നിങ്ങളോട് പറഞ്ഞു മരിയയ്ക്ക് അന്ന് കിട്ടിയ ആ മെസ്സേജാണിത്, കർത്താവ് കൊടുത്തതാണ്, ഇതിന് മുൻകൂട്ടി നിങ്ങൾക്ക് തന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നോ, കർത്താവ് അറിഞ്ഞിട്ടാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് സിസ്റ്റേഴ്സ് വന്ന് അഫേം ചെയ്ത് അങ്ങനെ ഒരു അനുഭവം കൂടെ നമുക്കൊരു സപ്പോർട്ടായിട്ട് ഉണ്ടായിട്ടുണ്ട്. അമ്മയെ പറ്റി ഒരു വാക്ക് പറഞ്ഞ് ഒന്ന് അനുസ്മരിച്ച് നിർത്താമെന്ന് കരുതുന്നു. സപ്ന ചേച്ചി ഏകദേശം ഈ നിൽക്കുന്ന ഫിലോമിന, നമ്മുടെ കുഞ്ഞ്, ഈ ഓടി നടക്കുന്ന കുഞ്ഞിന് 2 മാസം ഉദരത്തിലുള്ള സമയത്താണ് ചേച്ചിക്ക് ക്യാൻസർ ആണെന്ന് അറിയുന്നതും അബോർഷൻ നടത്താനായിട്ട് ചേച്ചിയെയും കുടുംബത്തെയും എല്ലാവരും ഡോക്ടർമാർ പ്രേരിപ്പിക്കുന്നു. കാരണം ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ കുഞ്ഞ് ദൈവത്തിന് സമ്മാനമാണെന്നും ഈ കുഞ്ഞിനെ ഭൂമിയിലേക്ക് വരാൻ എന്നിലൂടെ മാത്രമേ നടക്കുകയുള്ളെന്നും ഉറപ്പായി ആ ദൈവം ആ കുഞ്ഞിനെ നോക്കിക്കൊള്ളുന്നും കർത്താവ് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുൻപോട്ട് പോകാനായിട്ട് ചേട്ടനെയും ചേച്ചിയും ഈ മക്കളെ എല്ലാവരെയും കർത്താവ് സഹായിച്ചത്. അതുകൊണ്ടാണ് നമുക്കിതുപോലെ വളരെ വിശുദ്ധയായ ഒരു കുഞ്ഞ്, സുന്ദരിയായ ഒരു കുഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇതുപോലെ നിൽക്കുന്നത്. ഒരമ്മ രക്തസാക്ഷിയാവാൻ തീരുമാനിച്ചതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു ദിവസം നമ്മൾ ഈ അമ്മയെ അനുസ്മരിച്ച് കടന്നു പോകുമ്പോൾ ഒത്തിരി അമ്മമാർക്ക് ഇതൊരു വലിയൊരു ഉണർത്തുപാട്ടാവട്ടെ, ഒത്തിരി കുടുംബത്തിന് വലിയ സുവിശേഷമാകട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോലും അബോഷനൊക്കെ റെഡിയാവുന്ന അനേകർ, ഒരു സ്വല്പം പെയിൻ എടുക്കാൻ പോലും റെഡിയാവുന്ന അനേകർക്ക് മുമ്പിൽ ഈ ഒരു അമ്മ കുഞ്ഞാണ് വലുത്, ദൈവം സമ്മാനമായി തന്ന കുഞ്ഞിനെ കളഞ്ഞിട്ട് ഒന്നും വേണ്ട, കർത്താവിന് വേണ്ടി ഞാൻ പോകാം എന്ന് പറയാൻ മാത്രം ഇതൊരു വലിയ രക്തസാക്ഷിത്വമൊന്നും നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണിച്ചു കൊടുക്കാനില്ല. ഇത്രയും വലിയൊരു അമ്മയെ അനുസ്മരിച്ചുകൂടി ഇരിക്കുമ്പോൾ, ഈ നിത്യതയെപ്പറ്റി സ്വപ്നങ്ങൾ തന്ന ഈ മക്കളും ചേട്ടനൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ നിത്യതയെപ്പറ്റിയുള്ള വലിയ സ്വപ്നം, സ്വർഗത്തെപ്പറ്റിയുള്ള വലിയ സ്വപ്നം ഓർക്കാനുള്ള രാത്രിയായിട്ട് നമുക്കിതിനെ മാറ്റാം. കുടുംബം മുഴുവൻ ഒന്ന് ചേർന്ന് നിന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ മുമ്പിൽ. ഒന്ന് കണ്ണുകളടച്ച് മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് അണർച്ചു പിടിച്ച്, സ്വർഗം തന്ന സമ്മാനമായ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് ജീവിത പങ്കാളികളൊക്കെ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ നിമിഷം കർത്താവായ ഈശോയെ, നിൻ്റെ മുമ്പിൽ ഞങ്ങൾ ഒന്ന് ചേർന്ന് നിൽക്കുന്നു. ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങളുടെ വീടല്ല, ഇത് ഞങ്ങളുടെ നാടല്ല, ഇത് ഞങ്ങളുടെ സുരക്ഷിതമായ ഇടമല്ല. ഞങ്ങളുടെ തൽക്കാലത്തേക്ക് ജീവിക്കുവാൻ വന്നവർ മാത്രം. ഞങ്ങളുടെ വീട് സ്വർഗമാണെന്നും അതിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ ഭൂമിയിലെ ഞങ്ങളുടെ നിയോഗമെന്നും. ഒപ്പം ഞങ്ങൾ ഈ നിമിഷം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചുപോയ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആരോരും പ്രാർത്ഥിക്കാനില്ലാതെ ശുദ്ധീകരണത്തിൽ കഴിയുന്ന അനേകം ആത്മാക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന നരകത്തെപ്പറ്റിയോ അന്ത്യവിധിയെപ്പറ്റിയോ സ്വർഗത്തെപ്പറ്റിയോ ഒന്നും ചിന്തയില്ലാതെ അനുതാപമില്ലാതെ ജീവിക്കുന്ന അനേകർക്ക് വേണ്ടി തമ്പുരാൻ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കനിവോടെ ഞങ്ങളിലേക്ക് നോക്കണമേ. അങ്ങയുടെ ആ കാരുണ്യത്തിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധമ്മ മാതാവ്, പ്രത്യേകമായിട്ട് ഞങ്ങളെല്ലാവരെയും നീ കരുതണമേ, കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. നന്മയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നമുക്കൊന്നും ചേർന്ന് തലകുനിച്ച് ഈശോ മിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോട് നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ നിങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് കുടുംബത്തോടൊക്കെ ഒപ്പം ഇരുന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ, നിത്യതയിലേക്ക് പോയ എല്ലാവരും ഒന്ന് ഓർക്കുന്ന നല്ലതാണ്. പ്രായമായവരെയൊക്കെ ഓർക്കുന്ന നല്ലതാണ്. അവർക്ക് വേണ്ടിയൊക്കെ ഒരു നന്മ നിറയും ഒരു സ്വർഗസ്നാവും ചൊല്ലി ഒന്ന് കാഴ്ചവെച്ച് ആ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് എത്തട്ടെ. ആമേൻ.